കർത്താവിനെ വണ്ടിയിൽ കയറ്റും, പക്ഷേ ഡ്രൈവർ സീറ്റിൽ വീണ്ടും ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ ജീവിതം ഏത് ദിശയിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം. കർത്താവ് സൈഡ് സീറ്റിലിരുന്നു എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് ആപത്തൊന്നും വരാതെ എന്നെ സൂക്ഷിക്കണം. അങ്ങനെ ഒരു റോള് മാത്രമാണ് പലപ്പോഴും നമ്മൾ യേശു കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തെ അതിൻ്റെ ഉദ്ദേശത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ പിന്നെ അതൊരു സ്ട്രഗിളല്ല. അങ്ങനൊരു ഡീപ്പ് സറണ്ടർ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അന്ന് കർത്താവിൻ്റെ കയ്യിലോട്ട് എൻ്റെ കൈ കൊടുത്തതാണ്. തിരിച്ചെടുക്കാൻ ഇടവന്നിട്ടില്ല. അതൊരു വലിയ സീക്രട്ടാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദി ആർട്ട് ഓഫ് അബൻഡന്റ് ലിവിങ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഷോർട്ട് പോഡ്കാസ്റ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്നെ പൂർണ്ണമായി എന്നേക്കുമായി കീഴടക്കിയ ദൈവസ്നേഹം എന്നൊരു ടോപ്പിക്കാണല്ലോ ഞാൻ പങ്കുവച്ചത്. ആൻഡ് ഇറ്റ് ഈസ് ലിറ്ററലി സോ. അതങ്ങനെ തന്നെയായിരുന്നു. 30 വർഷങ്ങൾക്ക് മുൻപേ യേശുവിൻ്റെ ഈ സ്നേഹം അറിയുവാൻ ജീവിതത്തിലിടയായി. അത് ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം ഒരിക്കലും മാറുന്നില്ല. മാറാത്തവനായ ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവം. നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ കമ്മിറ്റ്മെൻറ്റോടുകൂടെ അത് അവസാനം വരെയും കൊണ്ടെത്തിക്കണമെന്ന് താല്പര്യമുള്ള നമ്മുടെ നല്ല കർത്താവ്, നമ്മൾ അവിശ്വസ്തരായി തീരുമ്പോഴും വിശ്വസ്തനായി നമ്മുടെ കൂടെ നിന്ന് നമ്മളിൽ വിശ്വസിച്ച് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തന്ന് നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്തതുപോലെ തന്നെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അത് ദൈവത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ഉറപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അബൻഡൻറ്റ് ലൈഫ് അല്ലെങ്കിൽ സമൃദ്ധമായ ജീവിതം നമുക്കെങ്ങനെ നയിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ വിവിധ ഘടകങ്ങളാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പഠിച്ചത്, എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ചത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്, അതെല്ലാം ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഭാഗമാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ അല്പമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ദൈവസ്നേഹം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ അതിന് ഞാൻ റെസിപ്രൊക്കേറ്റ് ചെയ്തത് ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് അതിലേക്ക് വന്ന ഒരു റെസ്പോൺസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രൂത്താണത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അത് അൺകണ്ടീഷണൽ ലവാണ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. ഇതെല്ലാം നാണയത്തിൻ്റെ ഒരു വശമായിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം അങ്ങനെ ഒരു അബ്സല്യൂട്ട് സറണ്ടറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിനകത്തുണ്ടായി. അത് ഒരുപക്ഷെ ഞാൻ സ്വയമേ ആഗ്രഹിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്താൽ ഒരിക്കലും എൻ്റെ ശക്തിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു തീരുമാനത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. പക്ഷേ ഈ ദൈവസ്നേഹം അനുഭവിക്കാൻ നമ്മൾ നമ്മുടെ ഹൃദയത്തെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പൂർണ്ണമായി കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളത്. നമുക്കറിയാമല്ലോ, മാനുഷിക ബന്ധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും ഏറ്റവും അടുത്ത ബന്ധങ്ങളുടെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് പരസ്പരമുള്ള ആ ഒരു കെമിസ്ട്രിയാണ്, അല്ലെങ്കിൽ പരസ്പരമുള്ള വിശ്വാസമാണ്. എത്രമാത്രം നമുക്ക് പരസ്പരം ഓപ്പൺ ആകാൻ കഴിയുന്നു, വിശ്വസിക്കാൻ കഴിയുന്നു,
അതാണ് ഏത് ബന്ധത്തിൻ്റെയും അടിസ്ഥാനം. അപ്പം ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ നമ്മളിൽ ഡെവലപ്പായി വരുന്ന ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് എത്രത്തോളം ഈ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നു. എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ ആദ്യ കാലങ്ങളിൽ തന്നെ, കർത്താവിനെ അറിഞ്ഞ സമയങ്ങളിൽ തന്നെ പാരലലായിട്ട് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ മറ്റൊരു സത്യമാണ്, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അല്പമായിട്ടല്ല, ഭാഗികമായിട്ടല്ല, പൂർണ്ണമായിട്ട് ഒരു സറണ്ടർ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അനുസരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഇത് മാനുഷികമായിട്ട് പോസിബിൾ അല്ല. കാരണം നമ്മളെല്ലാം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത്, അല്ലേ, വി വാണ്ട് ടു ബി ഇൻ കൺട്രോൾ ഓഫ് അവർ ലൈഫ്സ്. അതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. മറ്റൊരാളുടെ കയ്യിലേക്ക് എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് ഇൻസെക്യൂറായി പോകുന്ന ഒരു കാര്യമാണ്. അത് തന്നെ കർത്താവിനോടുള്ള ബന്ധത്തിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽറ്റിയാണ്. നമ്മൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, കുറച്ചൊക്കെ നമ്മളൊന്ന് പിടിച്ചു വയ്ക്കും. ഇത്രയും മതി കർത്താവേ. കർത്താവിനെ വണ്ടിയിൽ കയറ്റും, പക്ഷേ ഡ്രൈവർ സീറ്റിൽ വീണ്ടും ഞാൻ തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ ജീവിതം ഏത് ദിശയിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം. കർത്താവ് സൈഡ് സീറ്റിലിരുന്നു, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് ആപത്തൊന്നും വരാതെ എന്നെ സൂക്ഷിക്കണം. അങ്ങനെ ഒരു റോള് മാത്രമാണ് പലപ്പോഴും നമ്മൾ യേശു കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നത്. എന്നാൽ വലിയൊരു സത്യം ദൈവവചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മാത്രമല്ല, ഞാൻ ഓർക്കുന്നുണ്ട് ആ കാലങ്ങളിൽ കേട്ട ചില പ്രസംഗങ്ങൾ, യേശുവിനെ രക്ഷിതാവായി മാത്രമല്ല ജീവിതത്തിൽ കർത്താവായി സ്വീകരിക്കണം. ജീസസ് ഈസ് ദ സേവിയർ ആൻഡ് ലോർഡ് ഓഫ് മൈ ലൈഫ്. രക്ഷിതാവായി സ്വീകരിക്കാൻ അനേകർ തയ്യാറാണ്, പക്ഷേ യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ നാഥനാണ്, എൻ്റെ യജമാനനാണ് എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതമാകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിലേക്ക് കർത്താവിനെ ക്ഷണിച്ചു കൊണ്ടിരുത്തുന്നത് അത് മറ്റൊരു പ്രക്രിയയാണ്. അതൊരു ജീവിതത്തിൻ്റെ മറ്റൊരു അനുഭവമാണ്. സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം അത് ചെയ്യാൻ പേടിയാണ്. കാരണം എങ്ങോട്ടാണോ കർത്താവ് നയിച്ചുകൊണ്ട് പോകുന്നത് എന്നറിയില്ലല്ലോ. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് വി ഫീൽ വി ആർ ലൂസിങ് കൺട്രോൾ ഓഫ് അവർ ലൈഫ്സ്. പക്ഷേ കർത്താവിനെ നമ്മൾ അറിയുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയുമ്പോൾ പിന്നെ നമുക്കത് മതി. ഞാൻ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഒരു ക്രൂരനായ ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും കൊണ്ട് തള്ളുന്ന ഒരു ദൈവം, എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്ന ഒരു ദൈവം എന്നുള്ള ഒരു ചിത്രം മാറി എന്നെ മറ്റാരെക്കാട്ടിലും അധികമായി ആഴമായി സ്നേഹിക്കുന്ന, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, എൻ്റെ ജീവിതത്തെ അതിൻ്റെ ഉദ്ദേശത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ പിന്നെ അതൊരു സ്ട്രഗിളല്ല. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ഇൻവൈറ്റ് ചെയ്ത് കർത്താവേ ഇനി എനിക്ക് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ട, എനിക്കറിയത്തില്ല, ഹൂ ആം ഐ ഇൻ കമ്പാരിസൺ ടു യു ലോർഡ്. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാ കർത്താവേ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. അങ്ങയുടെ ബുദ്ധി, അങ്ങയുടെ കഴിവ്, അങ്ങയുടെ വല്ലഭത്വം, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ പദ്ധതികൾ അത് എത്രയോ ഉയരത്തിലുള്ളതായിരിക്കുന്നു. അങ്ങനൊരു ഡീപ്പ് സറണ്ടർ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതിനെക്കുറിച്ച് ഒത്തിരി വിവരിച്ച് പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഓർക്കുന്നു ഇപ്പോഴും ആ നാളുകളിൽ കർത്താവിനെ അറിഞ്ഞ് ഏകദേശം 1-2 വർഷമായിട്ടേ ഉള്ളൂ. അന്നിങ്ങനെയുള്ള ഒത്തിരി വചനങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലേ, ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന വചനങ്ങൾ. യേശു കർത്താവ് ഈ ലോകത്ത് ആയിരിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുവാനിടയായി, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്?
എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ പറയുന്ന വചനങ്ങളെയും പ്രമാണിക്കും. അങ്ങനെയാണ് ആ സ്നേഹത്തെ കർത്താവ് അളന്നു നോക്കുന്നത്. ഇതൊരു ഇമോഷണൽ ലവ് അല്ല, അല്ലെ ഇമോഷണൽ സറണ്ടർ അല്ല. വൈകാരികമായി എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് പറ്റുകയില്ല. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ തെളിയിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില വചനങ്ങൾ, ശിഷ്യത്വത്തിൻ്റെ വചനങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അത് വളരെ ചലഞ്ചിങ് ആയിരുന്നു, അല്ലേ? നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് അതൊരു പ്രോസസ്സാണ്, ഒരു പ്രൊസീജിയറാണ്, അല്ലേ? അപ്പം അതിനകത്ത് വേദനയുണ്ട്, ഭയങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ആഴമായി ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മറ്റ് ചില ബന്ധങ്ങൾക്കകത്തുനിന്ന് നമ്മളെ മുറിച്ചു മാറ്റുന്ന അനുഭവങ്ങളുണ്ട്. നമ്മൾ വലുതെന്ന് പറഞ്ഞ് ജീവിതത്തിൽ വെച്ചത് പലതും താഴ്ത്തി വെക്കേണ്ടുന്നതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങളായി മാറിയ പലതും മാറ്റി ആ സ്ഥാനം ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലേക്ക് യേശു മാത്രം ഇരിക്കത്തക്ക ലെവലിലേക്കുള്ള ഒരു യാത്രയാണത്. എന്നാൽ അന്നൊരു പാട്ട് ഒരുപാട് ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നു, ഏകദേശം ഒരു 250 പ്രാവശ്യമെങ്കിലും ആ പാട്ടിൻ്റെ വരികൾ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് മൊബൈലില്ല, ഇൻ്റർനെറ്റില്ല, നമ്മളിങ്ങനെ ടേപ്പ് റെക്കോർഡറും കാസറ്റും ഒക്കെ കേൾക്കുന്ന സമയമാണ്, CD പോലുമില്ല, അങ്ങനത്തെ ഒരു കാലമാണ്. പക്ഷേ യേശുനാഥ ഒരു ബലിയായി ഞാൻ എന്നെ തന്നെ നൽകിയിടുന്നു എന്ന് പറയുന്ന ആ പാട്ടിൻ്റെ വരികൾ എന്നെ ആഴമായി സ്പർശിച്ചു. ഞാനൊരു ശിശുവായി എന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരിക. ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലതോർത്ത് കരഞ്ഞിട്ടുണ്ട്, ചിലതോർത്ത് അനുദപിച്ചിട്ടുണ്ട്, ചില മാനസാന്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ കണ്ണുനീരിലൂടെ ചില സ്ട്രോങ് ഹോൾഡൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒഴുകിപ്പോയതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു ഭയങ്കര ട്രാൻസ്ഫർ നടക്കുന്ന ഒരു സീസണായിരുന്നു അത്. അങ്ങനെ ഒരു അബ്സല്യൂട്ട് സറണ്ടർ വൺസ് ആൻഡ് ഫോർ ഓൾ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാലമായിരുന്നു അത്. അതിനുശേഷം ഈ സമർപ്പണത്തിൻ്റെ ആഴങ്ങളിലേക്ക് കാലാകാലങ്ങളിലായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. എന്നാലും ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുമ്പോൾ, അല്ലേ, ഒരിക്കൽ എന്നേക്കുമായി അവളുടെ ഭർത്താവാകാൻ പോകുന്ന ആ വ്യക്തിയുടെ കൈകളിലേക്ക് വിവാഹത്തിൻ്റെ ദിവസം അവളുടെ കൈകൾ അവളുടെ ജീവിതം ഏൽപ്പിക്കുന്നത് പോലെ ഒരനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. കർത്താവേ, ഇനിയും ഞാൻ അങ്ങയുടേതാണ്, അങ്ങാണ് എൻ്റെ നാഥൻ. അപ്പം ദൈവസ്നേഹം എന്നിലുണ്ടാക്കിയ ഒരാഴമേറിയ അനുഭവമായിരുന്നു ഒരു അബ്സല്യൂട്ട് സറണ്ടറിലേക്ക്. സ്ട്രഗിളില്ലാതെ ഞാനങ്ങ് കൊടുത്തു. എൻ്റെ ഉള്ളിൽ ഞാനങ്ങ് കൺവിൻസ്ഡായി. ഞാൻ മറ്റൊരു വ്യക്തിയുടെ വാക്ക് കേൾക്കുന്നതിനെക്കാട്ടിലോ ഞാൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനെക്കാട്ടിലോ എത്രയോ നല്ലതാണ്, എത്രയോ ഭാഗ്യമേറിയ ഒരവസ്ഥയാണ് എൻ്റെ കർത്താവിൻ്റെ കൈകളിലേക്ക് എൻ്റെ ജീവിതം കൊടുക്കുക എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഞാൻ നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്, അന്ന് കർത്താവിൻ്റെ കയ്യിലോട്ട് എൻ്റെ കൈ കൊടുത്തതാണ് തിരിച്ചെടുക്കാൻ ഇടവന്നിട്ടില്ല. പ്രൈസ് ഗോഡ്. അതൊരു വലിയ സീക്രട്ടാണ്. കർത്താവുമായിട്ടുള്ള യാത്രയിൽ, ആ സ്നേഹബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുവാനും നിത്യജീവൻ്റെ അനുഭവങ്ങൾ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയാകുന്നത് ഇങ്ങനെ നമ്മുടെ ഒരു സമർപ്പണത്തിലും കൂടെയാണ്. പ്രൈസ് ഗോഡ്. അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾക്ക് കേൾക്കാം. ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്കുള്ള ദൈവത്തിൻ്റെ വിളി അത് എന്തായിരിക്കുന്നു, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി തന്നെ ആ പാതയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ
ഏറെ അനുഗ്രഹത്തിന് കാരണമാണ്. Thank you so much for listening, and thank you so much for all the feedback, for the comments, for the encouragement. നിങ്ങളുടെ ആ നല്ല വാക്കുകൾ ഞങ്ങൾക്ക് വീണ്ടും അത് പ്രോത്സാഹനമാണ്. നിങ്ങൾക്ക് ഈ മെസ്സേജസ് അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത് അറിയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണമാണ്. ചിലർ ഫോൺ വിളിച്ച് പറയും, ചില പേഴ്സണൽ മെസ്സേജസ് അയക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്, ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.